നമസ്കാരം. കോൺഗ്രസിനെതിരെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് വംശീയ സംഘർഷത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹൃദയത്തിന്റെ ഭാഷയിൽ മണിപ്പൂരിലെ ജനങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ക്ഷമാപണം പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കാനാണ് ശ്രമിച്ചത്. പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പഴയ കാലം ഓർമ്മപ്പെടുത്തി രംഗത്ത് വന്നത്. പഴയ കോൺഗ്രസ് സർക്കാർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായാണ് തന്റെ സംസ്ഥാനം ഇന്ന് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നതെന്ന് ബീരൻ സിംഗ് കുറ്റപ്പെടുത്തി. മണിപ്പൂരിലെ ബാർമിസ് അഭയാർത്ഥികളുടെ അനധികൃത നുഴഞ്ഞുകയറ്റം നിയന്ത്രിക്കാതെ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു കോൺഗ്രസ്. പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് മ്യാൻമറിലെ ഭീകരരുമായി സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ കരാർ ഒപ്പുവെച്ചത്. ഈ ചെയ്തികളുടെ ഫലം ജനങ്ങൾ ഇന്നും അനുഭവിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ വാക്കുകളിലെ പൊള്ളത്തരവും അദ്ദേഹം തുറന്നുകാട്ടി. പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ വംശീയ സംഘട്ടനങ്ങൾ നടന്നത് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. 1992-97 ഇടയിൽ നാഗ കുക്കി ഏറ്റുമുട്ടലിൽ 1300-ലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ പേരിൽ നരസിംഹറാവു മണിപ്പൂരിൽ വന്ന് മാപ്പു പറഞ്ഞിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പിന്നാലെ 1997 കാലഘട്ടത്തിലുണ്ടായ കുക്കി പൈറ്റ് സംഘർഷത്തിൽ 350 ജീവനുകളാണ് നഷ്ടമായത്. അന്ന് AK ഗുജ്റാൾ ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹവും വന്ന് മാപ്പു പറഞ്ഞതായും കേട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘർഷം മൂലം ഭവനരഹിതരായ കുടിയൊഴിക്കപ്പെട്ട ജനങ്ങളോടുള്ള തന്റെ ക്ഷമാപണം ആത്മാർത്ഥമായിരുന്നുവെന്നും എന്നാൽ കോൺഗ്രസ് അതിൽ രാഷ്ട്രീയം കലർത്താനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.